ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിൽ വന്നേക്കാണ്. മൺട്രോത്തുരുത്ത് നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അടിപൊളി സ്ഥലമാണ്. ഇതുപോലെ ബാക്ക് വാട്ടർ, പിന്നെ കുറേ ഐലൻഡ് പോലത്തെ ചെറിയ ചെറിയ തുരുത്തുകളുള്ള സ്ഥലമാണ്. അപ്പം ഞാനും കസിനും ഫ്രണ്ട്സും കൂടെയാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് അഭിജിത്ത്, നമ്മുടെ ഫ്രണ്ടാണ്. അടുത്ത നമ്മുടെ കസിൻ അനുമോദ്. ചേട്ടൻ്റെ പേര് ചേട്ടാ സുധീർ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മൺട്രോത്തുരുത്തൊക്കെ കറങ്ങി ഇവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. കൊല്ലം ജില്ലയിലെ നമ്മുടെ കല്ലടയാണിത്. കല്ലട വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും അറിയാം മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. അടിപൊളി സ്ഥലമാണ്. കണ്ടില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല വൈബാണ്. ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ നല്ല സുഖമാണ്, വെയിലും ഇല്ല, നമുക്ക് സ്ഥലമെല്ലാം കറങ്ങി കാണാം. നമ്മുടെ ഇഷ്ടം പോലെ വള്ളമുള്ള ചേട്ടന്മാരുണ്ട്, ബോട്ട് സർവീസ് എല്ലാം ഉണ്ട്. ഭയങ്കര ടൂറിസ്റ്റ് ഏരിയയാണ്. ഇപ്പോൾ ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതിരാവിലെ വരിക അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വരിക, ആകുമ്പോൾ വെയിലൊന്നും ഉണ്ടാകത്തില്ല. അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടോ ഈസി ആയിട്ട് മരത്തിലൊക്കെ കയറാം. മരത്തിൽ കയറാനൊക്കെ താല്പര്യമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും കയറാം, പിള്ളേർക്ക് വേണമെങ്കിലും കയറാം. നല്ല സ്ട്രോങ് ആണ്. എന്നിട്ട് നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. കണ്ടില്ലേ, രണ്ട് സൈഡും കാണാൻ നല്ല അടിപൊളി. അതിനകത്തൂടി ഇങ്ങനെ വെള്ളം കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് മരത്തിൽ കയറാം. ഇത് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത് അഷ്ടമുടി കായലാണ്. ഈ കായലിൻ്റെ പേര് അഷ്ടമുടി കായലാണ്. ഇത് ഏറ്റവും ആഴം കൂടിയ കായലാണിത്. പിന്നെ ഇതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ വാട്ടറാണ്. കണ്ടല്ലേ, നല്ല ശുദ്ധമായ വെള്ളമാണ്, ഒരു പൊല്യൂഷനൊന്നുമില്ല. കണ്ടോ, നമ്മളിപ്പോൾ ചെമ്മീൻകെട്ടിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് ഫുള്ള് ചെമ്മീൻകെട്ടാണ്, അതായത് ചെമ്മീൻ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ പോകാം. അത് നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാണാം. നമുക്ക് ഇട്ടേക്കുന്ന ഈ കാണുന്നത് ഫുള്ള് ചെമ്മീൻകെട്ടാണ്. ഇതെങ്ങനെ ഈ ചെമ്മീൻകെട്ടിൻ്റെ പരിപാടി? ഇവർ പിന്നെ കുഞ്ഞുങ്ങൾ എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇറക്കൂല്ലേ? എത്ര പിടിച്ചിടും? എന്നിട്ട് എത്ര നാളെടുക്കും പിന്നെ അത്? 6 മാസം കണ്ട്. കരിമീനാണെങ്കിൽ 6 മാസം. അതെ അതെ, 700 രൂപ. അതെ, കണ്ടില്ല, ഇതുപോലെ അടിപൊളി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. നല്ല കണ്ടില്ല, ഇത് ഇത്രയും ഒരു സ്ഥലം. ഇവിടെ നേരത്തെ മരം നിന്ന സ്ഥലമാണ്. അതിൻ്റെ വേരൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ചെറിയ ബേസ് കണ്ടില്ലേ. നമ്മളിങ്ങനെ ചെറിയ നാരമായിട്ടുള്ള സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എതിരെ വേറൊരു വെള്ളം വരുന്നുണ്ടല്ലേ. ഹായ്, ഹൗ ആർ യു? ഗുഡ് ഗുഡ്. ഹൗ ഈസ് ദിസ് പ്ലേസ്? യു എൻജോയിങ്? Beautiful, yeah. How long you going on the boat? 3 hours. 3 hours, yeah. Good, good. Yeah. ഇതുപോലെ വന്ന് നമുക്കിതുപോലെ ഇറങ്ങി നിന്ന് എൻജോയ് ചെയ്യാം. കണ്ടില്ലേ, ഒരു ഗ്രൂപ്പ് അവരവിടെ അടിച്ച് പൊളിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇറങ്ങി നിൽക്കാം. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ പൊടിമീനൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂട്ടത്തോടെ വന്നിങ്ങനെ കാലേക്കടൊക്കെ കയറി ഇറങ്ങാൻ നല്ല രസമാണ്. നല്ല അടിപൊളി, നല്ല വ്യൂ, നല്ല രസമുണ്ട്. നമുക്കൊരു എന്താ പറയുന്ന, ഒരു മനസ്സിനൊക്കെ ഒരു നല്ലൊരു കുളിർമ കിട്ടുന്ന സ്ഥലമാണ്. അടിപൊളി. ഇപ്പം നമ്മൾ വെള്ളത്തിലിങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്. ഗ്രൂപ്പായിട്ട് വന്ന് ഇവിടെ ഇറങ്ങി നിൽക്കുക. ഇവിടെ മണലാണ്, അപ്പോൾ ഇവിടെ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും ആഴമുണ്ട്, ഇവിടെ കുറച്ചെടുത്ത് മാത്രം ആഴമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാം. പിന്നെ കുട്ടികൾക്കോ ആർക്കെങ്കിലുമൊക്കെ കുളിക്കണമെങ്കിൽ കുളിക്കാം, നീന്താം. അങ്ങനെ അടിപൊളിയാണ് ഇവിടെ. നമ്മളിപ്പം ഫ്രണ്ട്സ് ഇറങ്ങാഞ്ഞെന്ന് പറഞ്ഞാൽ അവരെല്ലാം ജീൻസും പാൻറ്റൊക്കെയാണ്. ഞാൻ 3/4 ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങി. നമ്മളിപ്പം നീന്തുന്നൊന്നുമില്ല, അങ്ങനെ പ്ലാൻഡായിട്ടല്ല നമ്മൾ വന്നത്. എന്നാൽ കരിമീൻ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നുണ്ടല്ലേ, കരിമീൻ പോകുന്നുണ്ട് ഇതുവഴി. അതുകൊണ്ടോ കരിമീനൊക്കെ ഉണ്ട്. ചെറിയൊരു ചൂണ്ടയൊക്കെ നൈസായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കരിമീനൊക്കെ ഇടയ്ക്ക് നമുക്ക് പിടിക്കാം. അല്ല, നമ്മളെല്ലാവരും സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഇൻ കേസ് വെള്ളത്തിലോട്ടെങ്ങനെ വീണ് കഴിഞ്ഞാലും നമുക്ക് ഒന്നും പറ്റാതിരിക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ അതൊക്കെ ഇടാൻ പറഞ്ഞു, നമ്മളതൊക്കെ ഇട്ടു. അപ്പോൾ ആദ്യം കുറച്ച് നേരത്തേക്ക് നമ്മളത് ഇട്ടില്ലായിരുന്നു.
പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ഇച്ചിരി റിസ്കി ഉള്ള സ്ഥലം വന്നപ്പോൾ നമ്മൾ അത് എടുത്തിട്ടു. കുറച്ച് വെയിലായി തുടങ്ങി. ഇനി നമ്മൾ അവിടെ അടിപൊളി ഒരു ആർച്ചുണ്ട്, ട്രീ കൊണ്ടുള്ള ആർച്ച്. അപ്പോൾ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. താണ്ട കണ്ടില്ലേ അവിടെ ഒരു തുരുത്തുണ്ട്, ആ നടുക്ക് കണ്ടില്ലേ അവിടെ ട്രീ തെങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ അതേപോലത്തെ ഒരു തുരുത്തിലൂടെ കയറാൻ പ്ലാനുണ്ട്. ആണ് നമ്മുടെ കുറേ ആർച്ച് പോലത്തെ സ്ഥലമാണ്, ഫുള്ള് ട്രീ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട്, നല്ല തണലൊക്കെ ഉണ്ട്. കണ്ടല്ലേ ഇവിടെ ടൂറിസ്റ്റൊക്കെ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലേ അവിടെ ഇരുന്ന ആൾക്കാർ. പിന്നെ ഈ കാണുന്നത് പെഡൽ ബോട്ടാണ്. പിന്നെ ഇതെടുത്താൽ നമ്മൾ കുറേ നേരം ചവിട്ടണം, അതേയുള്ള അതിൻ്റെ വ്യത്യാസം. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു നമ്മൾ രാവിലെ വന്നുകൊണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ ഫുൾ ആൾക്കാരായി. ഓക്കെ, ദാണ്ട് ഈ കണ്ടല്ലേ ഈ കാണുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കണ്ടൽക്കാടാണ്. നമ്മളിപ്പോൾ അതിനിടയ്ക്കൂടെ വെള്ളം കണ്ട് കയറാൻ പോവാണ്. നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടല്ലേ ഒരു ബിൽഡിങ് നിൽക്കുന്നതിൻ്റെ കൂട്ടാണ് നിൽക്കുന്നത്. അതൊരു ആർച്ചാണ്, അതിനകത്തൊരു ചെറിയ ആർച്ച്, അതിനകത്തുകൂടി ഇങ്ങനെ നമ്മൾ കയറി പോകാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തെ പോകുമ്പം വെള്ളം കുടിക്കാനായിട്ട് ചെറിയൊരു കോഫി ഷോപ്പുണ്ട്, റിവർ വ്യൂ കോഫി ഷോപ്പ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കയറി കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളം അതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ കയറുക, കുടിക്കുക, പോവുക. അതിൽ എല്ലാവരും ഇവിടെ നിർത്തി ഇങ്ങനെ കയറുന്നുണ്ട്. ഒരു ചെറിയ വീടുണ്ട്, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള കടയാണെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വീടാണ്, ചെറിയൊരു വഴി മാത്രമേ അങ്ങോട്ട് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ വേണ്ട ആ കാണുന്ന തുരുത്ത് കണ്ടോ, അതിൻ്റെ പേരാണ് പള്ളിയാൻ തുരുത്ത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടെ തുഴയുവാണിപ്പം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഇച്ചിരി സ്പീഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോവാണ്. എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ സപ്പോർട്ട്? അതെ കണ്ടില്ലേ, പ്രൊഫഷണൽ ആൾക്കാർ പോലെയാണ്. നമ്മളിപ്പം പെട്ടെന്ന് അവിടെ എത്തുന്നതാണ്. ഞാൻ കുടയൊക്കെ പിടിച്ചിരിക്കുകയാണ്, ചെറിയ വെയിലുണ്ട് അതുകൊണ്ട്. കണ്ടില്ലേ നമ്മൾ തുഴഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വള്ളം തുഴയാനൊക്കെ ഉള്ള അവസരമുണ്ട്. നമ്മളിപ്പം ആ കാണുന്ന പള്ളിയാന്തുരത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും വള്ളം തുഴയാനൊക്കെ ഉള്ള അവസരമുണ്ട് വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു എക്സ്പീരിയൻസ് വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് 10-12 ഏക്കർ ഉണ്ടെന്നാണ് നമ്മുടെ സുധീരേട്ടൻ പറയുന്നത്. അപ്പം ഇവിടുന്ന് കണ്ടപ്പോൾ ചെറിയ സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, വലിയ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് പണ്ട് റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് മണ്ണെടുക്കാൻ വേണ്ടി എന്തോ ഉണ്ടാക്കിയ ഒരു തുരുത്താണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. നമ്മൾ പള്ളിയാന്തുരത്തിൻ്റെ 10 വെള്ളപ്പാട് അകലെ എത്തിയെന്നാണ് ചേട്ടൻ പറയുന്നത്. അതായത് 10 മിനിറ്റൂടെ മതിയെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മളത് ഏകദേശം അടുത്തെത്തി. നമ്മളങ്ങനെ തുരുത്തിനടുത്തെത്തിയിരിക്കുകയാണ്. പള്ളിയാന്തുരുത്ത് കയറാൻ പോവാണ്. കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ പള്ളിയാന്തുരത്തിനകത്താണ് നിൽക്കുന്നത്. നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട ചെറിയൊരു തുരുത്ത് പോലെ കണ്ട സംഭവത്തിലാണ്. കണ്ടില്ലേ, വലിയ സ്ഥലമാണിത്. നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും കുഞ്ഞൊരു സ്ഥലമാണെന്ന്, പക്ഷെ ഇത് വലിയ സ്ഥലമാണ്. തുരുത്തിലെ കാഴ്ചകൾ നമ്മളെല്ലാത്തിനും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് നല്ലൊരു ഫെസിലിറ്റിയാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ്. കരിമീൻ, ഞണ്ട്, കൊഞ്ച്, കക്ക. എത്ര ഹോട്ടലുണ്ട് ഇവിടെ? 4-5 ഹോട്ടലുണ്ട്. അതിൽ പിന്നെ ഇവിടെ വരാൻ വേണ്ടി മാർഗം എന്ന് വെച്ചാൽ റെയിൽവേ മാർഗത്തിലൂടെ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 1 കിലോമീറ്റർ വന്നാൽ മൊത്തത്തിൽ കറങ്ങിയെടുക്കാം. 1 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഈ വള്ളം നമ്മുടെ ബോട്ട് കിടക്കുന്ന അടുത്ത സ്ഥലത്ത് വരാം. വണ്ടി വരികയാണെങ്കിൽ ചുറ്റുമല വഴി മൺട്രോത്തുരുത്ത് വരാം. പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈ നമ്മളെ ഈ ബോട്ടെന്ന് പറഞ്ഞാൽ ഇത് കനാൽ ബോട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കനാൽ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കൂടാണ് മൊത്തത്തിൽ സർവീസ്. കണ്ടലും കായലും കല്ലടയാറ് എല്ലായിടത്തിൻ്റെ കൂടെ പിന്നെ ഈ ചെറിയ വഴികളോടാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് 500 രൂപയാണ്. കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ടുണ്ട്, കൊട്ടവഞ്ചി, പിന്നെ സിക്കാരി ബോട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇവിടുത്തെ ഫെസിലിറ്റിയാണ്. മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു 1 ഡേ ടൂറായിട്ട് വരാൻ പറ്റിയ ഒരു ഇടമാണ്. 6 മണിക്കൂർ സഞ്ചാരം നമുക്കുണ്ട്. കാര്യം 4 മണിക്കൂർ ഐലൻഡ് ടൂർ 4 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ മൺട്രോത്തുരുത്തെ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യാം. പിന്നെ ഇത് കനാൽ സർവീസ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മതി. നല്ല മിക്കാറ് ഏരിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പോകാൻ വേണ്ടി 2 മണിക്കൂർ കനാൽ സർവീസ് യാത്ര ചെയ്താൽ ഒരു ദിവസത്തെ ടൂർ വരാൻ നമ്മൾ പാക്കേജായിട്ട് എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ട് ആയിട്ട് എടുക്കും, പാക്കേജ് എല്ലാം എടുക്കുന്നുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എൻ്റെ പേര് സുധീർ എന്നാണ്. മൺട്രോത്തുരുത്തിലെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ.